പോക്കോയുടെ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ ഫോണാണ് പോക്കോ M2 Pro. റിയൽമിയുടെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ് റിയൽമി 6. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M2 Proയും അതുപോലെ റിയൽമി 6ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ M2 Pro വരുന്നത് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. റിയൽമി 6ൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളിലും IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമി 6ൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. എന്നാൽ പോക്കോ M2 Proയിൽ സാധാരണ ഫോണുകളിൽ കാണുന്ന 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. രണ്ട് ഫോണുകളും വരുന്നത് പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ്. പോക്കോ M2 Proൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തും റിയൽമി 6ൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തുമായിട്ടാണ്. പിന്നെ പോക്കോ M2 Proയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി 6ൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനെ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് പോക്കോയിലാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് പോക്കോ M2 Proയുടെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ റിയൽമി 6ൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രീമിയം ലുക്കുള്ള ഫോണായിട്ട് ഫീൽ ചെയ്യുക പോക്കോ M2 Pro ആയിരിക്കും. പിന്നെ പോക്കോ M2 Proൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209 ഗ്രാമും റിയൽമി 6ൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമുമാണ്. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ ഫോൺ റിയൽമി 6 ആയിരിക്കും. പോക്കോ M2 Proയുടെ തിക്നെസ് വരുന്നത് 8.8 mm റിയൽമി 6ൻ്റെ തിക്നെസ് വരുന്നത് 8.9 mm. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ M2 Pro വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രൊസസ്സറുമായിട്ടാണ്. റിയൽമി 6ൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. ഈ രണ്ട് പ്രൊസസ്സറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 720G. അതുപോലെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ മീഡിയാടെക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സറാണ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T. അപ്പോൾ രണ്ട് ഫോണുകളിലും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാലും ഈ രണ്ട് പ്രൊസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 6ൽ ഇത് ഗെയിമിംഗ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ നിങ്ങൾ ഹെവി ഗെയിമറാണ്, ഫുൾ ടൈം ഗെയിം കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 6 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതല്ല നിങ്ങൾ നോർമൽ ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധാരണ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോക്കോ M2 Pro ആയിരിക്കും ബെറ്റർ. കാരണം ഗെയിമിംഗ് അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ പോക്കോയുടെ പ്രോസസ്സറിലാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള NM ഇതിലാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ നാവിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പോക്കോയുടെ പ്രോസസ്സറിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെവി ഗെയിമേഴ്സിന് റിയൽമി 6ഉം ബാക്കിയുള്ളവർക്ക് പോക്കോ M2 Proയും ആയിരിക്കും ബെറ്റർ. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ പോക്കോ M2 Proയിൽ 6 GB റാമും 64 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷൻ വരുന്നുണ്ട്. റിയൽമി 6ൽ നമുക്ക് 8 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പോക്കോ M2 Proയിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ നമുക്ക് റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. എന്നാൽ ഈ ഒരു ഫീച്ചർ റിയൽമി 6ൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 സോഫ്റ്റ്വെയറുമായിട്ടാണ്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. പോക്കോ M2 Proയിൽ 48 മെഗാ മെയിൻ സെൻസറും റിയൽമി 6ൽ 64 മെഗാ മെയിൻ സെൻസറുമാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 2 മെഗാ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പോക്കോ M2 Proയിൽ നമുക്ക് 5 മെഗാ മാക്രോ ലെൻസും റിയൽമി 6ൽ നമുക്ക് 2 മെഗാ മാക്രോ ലെൻസുമാണ് ലഭിക്കുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ കമ്പാരിസൺ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് രണ്ടും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് കളറിൻ്റെ കാര്യത്തിലാണ്. പോക്കോ M2 Proയിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത്.
എന്നാൽ റിയൽമി 6ൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പോക്കോ M2 Proയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് ലഭിക്കും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും ഇതേ ഒരു ഡിഫറൻസ് തന്നെയാണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ. റിയൽമി 6ൽ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറും പോക്കോ M2 Proയിൽ നമുക്ക് കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പോക്കോ M2 Pro സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ റിയൽമി 6 സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ M2 Proയിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. റിയൽമി 6ൽ നമുക്ക് 4300 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പോക്കോ M2 Proയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി 6ൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ പോക്കോ M2 Pro ആണ് ബെറ്റർ. പിന്നെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ M2 Proയുടെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.914 ബോഡി സാർ വാല്യൂ വരുന്നത് 0.669 റിയൽമി 6ൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.138 ബോഡി സാർ വാല്യൂ വരുന്നത് 0.586 പിന്നെ ഈ ഫോണുകളുടെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ പോക്കോ M2 Proയുടെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. റിയൽമി 6ൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. അപ്പോൾ 4GB റാം വെർഷൻ്റെ കാര്യത്തിൽ പോക്കോ M2 Proക്ക് വില കുറച്ച് കുറവാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പോക്കോ M2 Proയിൽ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. പിന്നെ റിയൽമി 6ൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ M2 Proയിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സർ വരുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. ഈ ഫോണിന് വിലയും കുറച്ച് കുറവാണ്. റിയൽമി 6ൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.